ഓ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ എപ്പിസോഡ് ഓഫ് ജോബിൻ വണ്ടർലസ്റ്റ്. ഇന്നലെ എന്നെ പോലീസ് പിടിച്ചായിരുന്നു. എന്തിനാണെന്നറിയാവോ? ഹെൽമെറ്റിൽ ക്യാമറ വെച്ചതിന്. ഓ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ എപ്പിസോഡ് ഓഫ് ജോബിൻ വണ്ടർലസ്റ്റ്. ഇന്നലെ എന്നെ പോലീസ് പിടിച്ചായിരുന്നു. എന്തിനാണെന്നറിയാവോ? ഹെൽമെറ്റിൽ ക്യാമറ വെച്ചതിന്. ഫൈൻ ഉണ്ടായിരുന്നു. ജോബിൻ പി വർഗീസ് 950 രൂപ ഫൈനും ക്യാമറ അവർ ഊരിക്കൊണ്ട് പോവുകയും ചെയ്തു. എങ്ങനെയുണ്ട് ഇത്? ഈ ബുൾജെറ്റിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷവും പിന്നെ ഒരുപാട് ആക്സിഡൻറ്റുകൾ. അതെന്തെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ റീൽസിലിടാൻ വേണ്ടിയിട്ട് കുറേ പേര് ആക്ഷൻ ക്യാമറ വെച്ചിട്ട് അങ്ങനെ പോയി ആക്സിഡൻ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിചാരം ആക്ഷൻ ക്യാമറ വെച്ച് റോള് കാണിക്കാനാണ് റോഡിൽ കൂടെ പോകണമെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെ പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടാണ് ഇതേപോലെ പറഞ്ഞത്, ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ ഘടിപ്പിച്ചുകൂടാ എന്ന്. എങ്ങനെ? അപ്പം ഞാൻ ഇന്നലെ ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അവർ പിടിച്ചായിരുന്നു. എൻ്റെ ഹെൽമെറ്റ് കാണിച്ചു തരാം. ഇതാണ് ഹെൽമെറ്റ്. ആക്സോർ, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഡോണ്ട് റിമൂവ് ദ ഹെൽമെറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ 2 നൈറ്റ് ഗ്ലോയിങ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലായിരുന്നു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവർ ഊരിയെടുത്തായിരുന്നു. കണ്ടോ, ഇവിടെ നിന്ന് ഇത് സാധാ മോണ്ട് MC വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട, ഇത് സാധാ മോണ്ട്, എല്ലാതും മോണ്ട് MC വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴത്തേക്കും MVD പിടിച്ച് ക്യാമറ ഊരി പെറ്റി കിട്ടി. ഇന്ന് ക്യാമറ കിട്ടത്തില്ല, ലൈസൻസ് റദ്ദാക്കാനുള്ള എന്തോ കേസ് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല, കൂടുതൽ പണി കിട്ടും. കാരണം കാണാൻ വയ്യല്ലേ. എന്താ ഹെൽമെറ്റിൽ ബ്ലൂടൂത്തും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സൈഡ് ഒരു സ്പീക്കർ വരും, കാണാവോ? ഈ സൈഡ് ഒരു സ്പീക്കർ വരും, പിന്നെ ഇപ്പർ സൈഡ് കാണിച്ചു. അങ്ങനെ 2 സൈഡ് 2 സ്പീക്കർ വരും. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഇത് മൈക്ക്, ഇത് വോളിയം ബട്ടൺ, ഇത് പോസും കോൾ എടുക്കാനുള്ള ബട്ടൺ, ഇത് വോളിയം ബട്ടൺ, ഡിഗ്രീസ് ബട്ടൺ. പിന്നെ അകത്ത് ഒരു LED ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് കോളുണ്ട്. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഓക്കെ ഗൂഗിൾ, അതെല്ലാം ഉണ്ട്. അങ്ങനെ അത് ഭാഗ്യത്തിന് അവരെ കണ്ടില്ലെന്ന് തോന്നണം. അതുകൊണ്ട് ഈ ചെറിയൊരു എമൗണ്ട് പെറ്റി ഒതുക്കി. ഇല്ലായിരുന്നെങ്കിൽ വലിച്ചേന്. എല്ലാവരും ഇപ്പം ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് വ്ളോഗ് ചെയ്യാനായാലും അല്ലാതെ ആയാലും ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് ഒത്തിരി പേര് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആരെങ്കിലും ഇതേപോലെ പിടിച്ചാൽ ഒരു വഴിയുമില്ല. എന്ത് ചെയ്യാം? ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ റോള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോകണമെന്നാണ് വിചാരം. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്കാണ് വെച്ചുകൊണ്ട് പോണത്. ഇപ്പം നമ്മൾ പോണവർക്ക് നമ്മുടെ അല്ലാതെ വേറൊരാളൊന്ന് ആക്സിഡൻ്റായി നമ്മുടെ തലയെ കൊണ്ട് ഇടാതിരിക്കാനും, പിന്നെ ഒത്തിരി സേഫ്റ്റി പ്രിക്കോഷൻസും, പിന്നെ വ്ളോഗ് ചെയ്യാനും ക്യാമറ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു 100 പേരെ എടുത്താൽ അതിൽ ഒരു 80% പേര് നല്ലതായിരിക്കും, ഒരു 20% പേര് ഇതിനെ ദുരുപയോഗം ചെയ്യണമായിരിക്കും. ആ 20% പേരാണ് ഈ അടുത്തിടെ കണ്ടുവരണ ഈ ഹെൽമെറ്റിൽ ക്യാമറയും വെച്ച് പട്ടി ഷോ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഫ്രണ്ടും പൊക്കി ബാക്കും പൊക്കി, അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഇട്ട് ടോപ്പ് എൻ്റെ സ്പീഡും അടിച്ച്. 1 മിനിറ്റ് ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കണം. അപ്പം ഞാൻ ഉള്ളവരാണ്, എന്ത് ചെയ്യാൻ? സമാധാനമായി. ഇനി ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കൂല, മതിയായി. ഇനി ഈ മോണ്ട് ഒഴിമാറ്റിയാൽ പിന്നെ വൃത്തികേടാവും. ഇനി മോണ്ട് ഒട്ടിച്ചെന്ന് പറഞ്ഞ് ഇനി അടുത്ത് പിടിച്ചാൽ പിന്നെ ബ്ലൂടൂത്ത് ഒരു മാറ്റാതിരിക്കണതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ MVD പിടിക്കും. ഒരു മാറ്റിയില്ലെങ്കിൽ MVD പിടിക്കും, ഒരു മാറ്റിയാൽ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് ഹെൽമെറ്റിന് ഏകദേശം എത്ര പൈസ എന്നറിയാം? ഹെൽമെറ്റിന് ഏകദേശം ഒരു 4600 സംതിങ് ഹെൽമെറ്റിന് മാത്രമായി, ഈ ഒരു ഹെൽമെറ്റിന്. പിന്നെ ബ്ലൂടൂത്ത് 2500 ബ്ലൂടൂത്തായി, 25,000 രൂപ ക്യാമറയായി.
ഇത് മൂന്നും കൂടെ പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. ഞങ്ങൾ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലാദ്യം ലൈക്കും ഒന്നും കണ്ടിട്ടില്ല, ലൈക്കിലല്ല വ്യൂസ് ഒന്നും കയറിയിട്ടില്ല, ഒരു 22 വ്യൂസ് എന്തോ കയറിയിട്ടുള്ളൂ. കടലയാണിപ്പാറയും മീൻമുട്ടിയും പോയത്. അപ്പോഴത്തേക്കും ഇത് പറയാനാണ് ഞാൻ വന്നത്. ആരും ഇനി ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ട് പോകല്ലേ. ഞാനത് കാണിച്ചു തരാം, അവരുടെ റൂൾസ് വീഡിയോയുടെ ഇവിടെ കാണിച്ചു തരാം. ഞാൻ അവരുടെ റൂൾസ് കറക്റ്റായിട്ട് കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെയും പറഞ്ഞിട്ട് തെറ്റില്ല, എന്ത് ചെയ്യാനാണ്. കിട്ടിയതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി ആരും മാക്സിമം ഹെൽമെറ്റിൽ ക്യാമറ യൂസ് ചെയ്യാതിരിക്കണതാണ് നല്ലത്. നിങ്ങൾ ബോഡിയിൽ വയ്ക്കാൻ പോകുന്ന അറിഞ്ഞൂടാ, വണ്ടിയിൽ വയ്ക്കാൻ പോകുന്ന അറിഞ്ഞൂടാ, പക്ഷേ ഹെൽമെറ്റിൽ വെച്ചാൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പണിയും കിട്ടും. അതുകൊണ്ട് പിന്നെ ബ്ലൂടൂത്തും പറയണുണ്ട് അവർ, ബ്ലൂടൂത്ത് സ്പീക്കറൊന്നും പറഞ്ഞു. ഈ കൂടിയ ഹെൽമെറ്റിൽ അപ്പം ഇവർ ബ്ലൂടൂത്ത് വയ്ക്കണേന് എന്ത് ചെയ്യും? ഇവർ ഓട്ടോമാറ്റിക്കല്ല, ഈ ഹെൽമെറ്റിൽ വച്ച് പറഞ്ഞ ബ്ലൂടൂത്തൊക്കെ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും അപ്പം? ഇൻ്റർകോമൊക്കെ അതൊന്നും പാവപ്പെട്ടവരെ നെഞ്ചത്തേറാനല്ലേ ഇവർക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ ഇതാണ്. അടുത്തൊരു വീഡിയോ വരണുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ ഒരു ട്രിപ്പും പ്ലാൻ ചെയ്യണമുണ്ട്. അത് മിക്കവാറും 1 മന്തിനുള്ളിൽ ട്രിപ്പ് ഉണ്ടാവും. ബങ്കി ജമ്പ് അങ്ങനെ ഒത്തിരി ഉണ്ട്, വണ്ടർല അങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മിക്കവാറും ഞാൻ വണ്ടർലയിൽ പോവുകയാണെങ്കിൽ ഒരാളെ കൂടെ 1-2 പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വീഡിയോ അധികം കാണുന്നില്ല. ഈ 20 പേര് കാണണമെങ്കിൽ ആ 20 പേര് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരെ തന്നെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അപ്പം നിങ്ങൾ പറയും, അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ മടിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ സബ്സ്ക്രൈബറിനെ പൊക്കിയായിരുന്നു വിനോദ്, എന്താണ് പേര്, വിനോദ് കുമാർ അങ്ങനെ എന്തോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞ് കണ്ടില്ല. ഞാൻ ടാഗ് ഇതൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനെ അതിനുശേഷം കാണാനില്ല. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇവിടെ കൊണ്ടുവന്നത്, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് കിട്ടിയൊരു അനുഭവം. ഇനി ഞാൻ ഹെൽമെറ്റ് വയ്ക്കത്തില്ല, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം, അതല്ലേ നല്ലത്. പിന്നെ വണ്ടർലയുടെ കേസ് മറക്കണ്ട. വണ്ടർലയിൽ പോവുകയാണെങ്കിൽ ഞാൻ 2 പേരെ കൊണ്ടുപോകും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അവർ വണ്ടർലയിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.